ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കപ്പ് റവയും 2 കപ്പ് മൈദയും വെച്ചിട്ട് ഞാനിവിടെ ഈസിയും ടേസ്റ്റിയുമായ നല്ലൊരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ടങ്ങൾ, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പാത്രം പെട്ടെന്ന് കാലിയായിട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 കഷ്ണം 1.5 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം, പാനിയാക്കിയെടുക്കാം. അതവിടെ പാനിയായി വരുമ്പോഴേക്കും നമുക്കിതാ 1 കപ്പ്, നമ്മൾ ചായ കുടിക്കുന്നൊരു കപ്പാണ് കേട്ടോ, ആ കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതേ കപ്പിൽ തന്നെ 2 കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. വീഡിയോ കണ്ട് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അങ്ങനെ നമ്മൾ റവയും മൈദയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകം പൊടിച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. ചെറിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം, മധുരത്തെ ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അതും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിയാക്കാൻ വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ശർക്കര എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ശർക്കര നമുക്ക് കൂട്ടിക്കൊടുക്കാം. അതങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ നന്നാക്കി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെള്ളം പോരായി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കരയിൽ ഒന്നുമില്ലായിരുന്നു കേട്ടോ, കച്ചറ ഒന്നും ഇല്ലാത്ത ശർക്കരയാണ്, നല്ല വൃത്തിയുള്ള ശർക്കരയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ച് ഇത് നന്നാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു വിധം കുറച്ചൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ തേങ്ങ അരിഞ്ഞു വെച്ചതും കൂടി അതിലേക്ക് കൊത്തി അരിഞ്ഞിക്കാണ് കേട്ടോ, ചെറുതാക്കി ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിക്കാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ മാവിലേക്ക് അത് ഒഴിച്ചു കൊടുക്കട്ടോ. നേരെ ചൂടോടെ ഒഴിക്കരുത്, കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെ തേങ്ങയും ഉള്ളിയും ഒക്കെ അവിടെ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ചൂട് കുറച്ച് തണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആ പൊരിച്ചെടുത്ത് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇക്കാക്ക് എത്രയും വെളിച്ചെണ്ണ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വെളിച്ചെണ്ണ മാറ്റി വെച്ചതാണ് കേട്ടോ. അങ്ങനെ നന്നായി അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു
കൈപ്പിടി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഞാൻ അതും കൂടി ഇട്ടപ്പം കുറച്ചും കൂടി ടേസ്റ്റ് കൂടി കിട്ടി. അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒഴിവാക്കാം കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ സെറ്റായി വന്നതിന് ശേഷം നമുക്കൊരു കുഴിയപ്പച്ചട്ടി അടുപ്പത്ത് ഗ്യാസിൽ വെച്ച് കത്തിച്ചതിന് ശേഷം അതിൻ്റെ എല്ലാ കുഴിയിലേക്കും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ഇങ്ങനെ ഒഴിച്ചേ എന്ന് വിചാരിച്ച് കുഴിയപ്പത്തിൽ കൂടുതൽ എണ്ണ ഒന്നും പിടിക്കൂല കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ സ്പൂണിലാക്കിയിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ കുഴിയിലും മാവ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത മാവ് ഒന്ന് മറിച്ചിടുന്നതാണ് ഏറ്റവും നന്നാവുക. മറ്റു കുറച്ച് കഴിയുമ്പോഴേക്കും അതിന് ഒരു ചുവപ്പ് കളർ കൂടുതലാവും. അപ്പം ഞാനിതാ ആകുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത കുഴിയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുത്ത് ഓരോന്ന് മറിച്ചിട്ട് എല്ലാ കുഴിയിലും അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഈസിയും ടേസ്റ്റിയുമായ നല്ല അടിപൊളി കുഴിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴിയപ്പെന്നോ ഉണ്ണിയപ്പെന്നോ എന്തും പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് ചായ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരി അരക്കണ്ട, അരി കുതിർക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.